രാവിലെ 8 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഇന്ന് കല്യാണം വിളിയാണ്. ഇന്നലെ പറഞ്ഞ കണക്ക് ആദ്യം നമ്മൾ വിളിച്ചത് എൻ്റെ എഡിറ്റർ നിതിൻ്റെ. എനിക്കൊന്ന് 5 വർഷമായി കേസ് നിതിൻ ജോയിൻ ചെയ്തിട്ട്. എൻ്റെ ആദ്യത്തെ എംപ്ലോയി നിതിനാണ്. അപ്പം നിതിൻ്റെ വീട്ടിൽ പോയി കല്യാണം വിളിച്ചു. അതിനുശേഷം അടുത്ത എൻ്റെ എഡിറ്ററുണ്ട് ജോബി. അവൻ്റെ വീട്ടിൽ പോകാനായിട്ട് അവിടെ ആരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് എറണാകുളം പോയിട്ട് തിരിച്ചു വന്നിട്ട് വിളിക്കാം. അപ്പോൾ നെടുമങ്ങാട് വന്നപ്പോൾ ഇവിടെ അടുത്താണ് ഗംഗയുടെ വീട്. അപ്പോൾ ഇനി അടുത്തത് ഗംഗയുടെ വീട്ടിൽ കൂടെ പോയി വിളിക്കാനായിട്ടുള്ള പ്ലാനിലാണ് സുഹൃത്തുക്കളെ. അച്ഛനും അമ്മയും പറയൂ തന്നെ ഇരിപ്പുണ്ട്. അച്ഛാ ഒരു ഹായ് പറയൂ. ഗൗരവമേറിയ ഹായ്. എന്തിനച്ഛാ അന്ന് കല്യാണം വിളിയാണോ അച്ഛാ ഇത്ര ഗൗരവം? പിന്നെന്താ ഗൗരവമേറിയ ഒരു ഹായ്? ആണോ? സാഹചര്യങ്ങളുടെ സമ്മർദ്ദം എന്നെ ഗൗരവത്തിലാക്കുകയാണ്. അതെന്ത് സമ്മർദ്ദം? എന്റെ അമ്മയോട് ചോദിക്കണ. അമ്മ എന്തമ്മ സമ്മർദ്ദം? പ്ലഗ് പോയിരിക്കണം. ഇന്നലെ അവളൊരു മാങ്ങ വീണ ഒരു മാങ്ങ തല്ലി ചതഞ്ഞത് എനിക്ക് തന്നു, അവളും കഴിച്ചു. അവളുടെ പ്ലഗ് പോയി, എന്റെ പ്ലഗ് പോകാറായി. ആ സാഹചര്യത്തിന്റെ സമ്മർദ്ദമാണ് സുഹൃത്തുക്കളെ. അമ്മയുടെ എന്തോന്നും മരുന്ന്? ഉലുവ പൊടി. അതെ. സന്ദീപിനെ അടച്ച ഞാൻ ആദ്യം വിളിച്ചത് സന്ദീപിന്റെ വീട്ടില് അച്ഛനും അമ്മയും പോയി വിളിക്കുന്നതായിരിക്കും. നീ വിളിക്കുന്നത് വേറെ, ഞങ്ങൾ വിളിക്കുന്നത് വേറെ. അതെ അതെ. അച്ഛൻ വീട്ടിൽ പോയി വിളിക്കും അല്ലേ? കുടുംബക്കാരെ വിളിക്കുന്നത്. കുടുംബക്കാരെ. അതെ. സന്ദീപിന്റെ അമ്മയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുനാളിലെ എന്നെ എടുത്തോണ്ടൊക്കെ കിടന്ന് വളരെ നമ്മൾ അടുത്ത ബന്ധുവാണ്. നീ ഇത് കേൾക്കുന്നുണ്ടോടാ? തേങ്ങാത്തലയാ ഞാൻ കേൾക്കുന്നുണ്ട്. വണ്ടി ഓടിച്ചിട്ടുണ്ട്. ഓയ്യോ, ഇത്രയും കോൺസെൻട്രേഷൻ ഒക്കെ നിനക്ക് എന്ന് മുതലടാ വന്നു തുടങ്ങിയത്? അതെ അച്ഛാ, ആലോചിക്കണേ അച്ഛാ. അല്ലെങ്കിൽ വാ അടയ്ക്കാത്ത തരത്തിലാണ് അച്ഛൻ കാറി കയറി കഴിഞ്ഞാൽ മിണ്ടൂലേ ഭയ. എളിമേഷ് കുമാർ PP ആവും നീ അച്ഛന്റെ മുമ്പിൽ വരുമ്പോഴത്തേക്കും. അച്ഛാ സന്ദീപിന്റെ ഒരു ഡാൻസ് കണ്ടായിരുന്നു അച്ഛാ? കണ്ടില്ലല്ലേ? ആണല്ലേ അച്ഛാ? സമയം കിട്ടണല്ലേ ഗൈസ്. നമ്മള് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നതിന്റെ തിരക്കില് സമയം എന്ന് പറഞ്ഞൊരു സാധനം കിട്ടണില്ല നമുക്ക്. എല്ലാരും ബിസി. അമ്മ ബിസി, അച്ഛൻ ബിസി, ഞാൻ ബിസി, സന്ദീപ് ബിസി, എഡിറ്റർമാര് ബിസി, പോഡ്കാസ്റ്റിന്റെ അവന്മാര് ബിസി, തംബ്നെയിൽ ചെയ്യുന്ന പയ്യൻ ബിസി. മൊത്തത്തിലൊരു ബിസി പരുവാണ് നമ്മള്. സത്യം മഴക്കാലമായി. ഇനി റോഡിന്റെ കാര്യത്തിലും തീരുമാനമായി. ഓക്കെ, എന്തായാലും ഇനി ഗംഗയുടെ വീട്ടിലേക്ക് പോകാൻ സുഹൃത്തുക്കളെ. ഇപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് എന്നൊരു സൗണ്ടിലുള്ളവരുടെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു പല്ലി വെച്ചിട്ട് എല്ലടി ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കരിക്കുഴിയിലോട്ട് പോട്ടെ. ഗംഗയുടെ വീട്ടിലോട്ട് പോകുന്ന വഴി പെട്ടെന്ന് അമ്മയുടെ കുഞ്ഞമ്മയുടെ വീട് ഇവിടെ അടുത്താണെന്ന് ഓർമ്മ വന്നത്. അങ്ങനെ അങ്ങോട്ട് വന്നേക്കാണ്. ഞാൻ കൈവയ്ക്കാത്ത ഒരുപാട് മേഖലകളെ ബന്ധുക്കളെ മിക്കവാറും ഞാൻ ഇതിലൂടെ പരിചയപ്പെടും ഗൈസ്. നടക്കണമൊക്കെയാണ്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഇവർ എൻ്റെ കൂടെ പോയി വിളിക്കുന്ന കാണുമ്പോഴത്തേക്ക്. കയറിക്കോ. ഹലോ, ഭയങ്കര സൈലന്റ് ആണല്ലോ. നൈസ് ടു മീറ്റ് യു. എന്താ പാപ്പ പേര്? എന്താ ടോമി എന്നാണോ? ബന്ധുക്കളൊന്നും കുറയ്ക്കൂലേ? അതിനെങ്ങനെ അറിയാം ഞങ്ങള് ബന്ധുക്കളാണെന്ന്? ആണല്ലേ? പോട്ട് സ്നേഹമുള്ള പെട്ടുകുട്ടിയാണല്ലേ. ഹലോ, നൈസ് ടു മീറ്റ് യു. പോയിട്ട് വരട്ടെ. മാമ ഇറങ്ങാം. അപ്പൊ ടാറ്റാ. കല്യാണത്തിനാണ് മാമ. ഇത് ഏത് പൂ അമ്മ? നല്ല ചെടിയമ്മ. തൂക്കുന്ന ഇപ്പൊ വേണ്ടല്ലേ? ഓക്കെ, കല്യാണത്തിന് വരുമ്പോ ചെടിയായിട്ട് വന്നാലും അപ്പാപ്പ. ഗൈസ്, എനിക്കൊരു കൺഫ്യൂഷൻ. അതായത് നമ്മള് മൊത്തത്തിൽ 1000 കത്തടിച്ചു. അപ്പൊ ഒരു കാർഡിന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കുന്ന ആവറേജ് 2 മുതൽ 3 ആൾക്കാർ വരെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു 3000 ആൾക്കാരിലുള്ള ഒരു ഇവന്റ് ആണ് റിസപ്ഷൻ. പക്ഷേ നമ്മൾ വിളിക്കുന്നൊരു തോതനുസരിച്ച് ഒരു കുടുംബത്തിൽ നിന്ന് 4 or 5 ആൾക്കാർ വരെ വരാൻ സാധ്യതയുണ്ട്. ഇല്ലേ അച്ഛാ? സാധ്യതയില്ല, അവര് വരേണ്ടത്. അതെ. അപ്പൊ 1000 കാർഡ് വെച്ച് 5 പേര് കൂട്ടുകയാണെങ്കിൽ അപ്പൊ എത്രയായി? 5000 പേരാണ്. അപ്പൊ ഇതിനുള്ള ഫുഡോ അത് അറേഞ്ച് ചെയ്യേണ്ടി വരും. വിളിച്ചു കഴിഞ്ഞിട്ട് അതായത് കല്യാണ വിളി ഏകദേശം 90% പൂർത്തിയാവുമ്പോൾ ഏറെക്കുറെ എത്ര പേര് വരുമെന്ന് നമുക്ക് ഊഹിക്കാൻ സാധിക്കും. മനസ്സിലായി. അപ്പൊ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് വാക്സിന്റെ എണ്ണം കൂട്ടാം. ഓക്കെ. പിന്നെ അച്ഛൻ ചിലവര് സംഭവമുണ്ട്. എല്ലാരും റിസപ്ഷനും കല്യാണത്തിനും വരണമെന്നില്ലല്ലോ. ചിലർ കല്യാണത്തിന് വരെ റിസപ്ഷൻ വരില്ല. അങ്ങനെയുള്ള ടീമുകളും കാണുമല്ലോ അച്ഛാ? ഇതിപ്പോ നമ്മൾ വിളിക്കുന്ന എല്ലാ പേരും കണ്ടും
പങ്കെടുക്കാനുള്ള ആ രീതിയിലല്ലേ നമ്മൾ വിളിക്കുന്നത്. അതെ, ഓക്കെ, ഞങ്ങൾ ഇവിടെ ഇറങ്ങട്ടെ ഗൈസ്. കാൽക്കുലേഷനുകളെല്ലാം കൂടി വരുന്നുണ്ട്. ആരോ നോക്കൂ സുഹൃത്തുക്കളെ, ഞങ്ങൾ ഗേറ്റ് തുറന്നു വരുന്നത്. ഓക്കെ എഴുന്നേറ്റ്. മകളെ സുഖമാണോ അടി? എത്ര നാളായി ഇതിനെ കണ്ടിട്ട്? ആ സെറ്റ് വാ. സുഖമാണ്. എന്റെ സുഖങ്ങളൊക്കെ ഞാൻ അറിയുന്നു. മാമി ഹലോ. അവളില്ലേ, മാളൂല്ലേ? ആ, ടി വി എങ്ങനെയുണ്ട്? സെറ്റ് അല്ലേ? ആണോ? അടിപൊളി. ആ മറച്ചെടുക്ക. സുഖമാണോടാ മക്കളെ? അവൻ ഇപ്പൊ ഫ്രീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. ഇത് എന്ത് സാധനം അടി കണ്ടോണ്ടിരിക്കണത്? തമിഴില്ല മക്കളെ? സുഖമാണോ എനിക്ക്? കാപ്പി കുടിച്ച് ഞങ്ങള് കല്യാണം വീട്ടിൽ നിന്ന് വിളിച്ചിട്ടിറങ്ങി. വെള്ളം മതി മാമി. നമ്മള് കല്യാണം വിളിയായിട്ട് ഇറങ്ങിയതാടി. അതെ, ബന്ധുക്കളൊക്കെ ഉണ്ട്. സത്യമായിട്ട് കുഞ്ഞമ്മ താമസിക്കുന്നുണ്ട്. അവള് സസ്പിഷ്യസ് ആയിട്ട് നോക്കേണ്ടി. കുഞ്ഞമ്മ എങ്ങാനും. അയ്യോ, എല്ലാവരും കൃത്യമായി പങ്കെടുക്കും. നീയും വരണം. പ്രത്യേകം വിളിക്കുന്നില്ല, നീ ഇതിനോടൊപ്പം ഉണ്ടാവണം. അവൻ ഇൻവെർട്ടർ ആണ് അച്ഛാ, അവൻ വാ തുറക്കില്ല. ആണല്ലേ? നിന്റെ സ്വഭാവമായിട്ട് ഒരു മാച്ചും ഇല്ലല്ലേ മക്കളെ? അവർക്കൊന്നും നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? കാർത്തികിന്റെ കല്യാണം പറഞ്ഞു വിളിച്ചു വന്നതാണ്. ഇവരോടൊപ്പം നീയും കൃത്യമായിട്ടുണ്ടാവണം. അത്രേ ഉള്ളു. മഴ തുടങ്ങി ഗൈസ്. ടാറ്റാ, പോയിട്ട് വരട്ടെ മക്കളെ. അപ്പൊ എല്ലാരും കല്യാണത്തിന് പൊളിച്ചിറങ്ങണം കേട്ടോ. നമുക്ക് നീ അതിന് മുന്നേ വരണം. നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്, ഞാൻ വിളിക്കാം. സോളോ ഡാൻസ് മറന്നിട്ടില്ലല്ലോ നീ? പഠിച്ചു തുടങ്ങിയാടി? അപ്പൊ അങ്ങനെ പലതും പറയും. നീ 10 ദിവസം എടുത്തോ. പോയിട്ടാവേ. കല്യാണം വിളിച്ച് ഗൈസ് നമ്മള് ഉച്ചയായി. അപ്പൊ ഇനി രാജാ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാനായിട്ട് വന്നേക്കാണ് ഗൈസ്. ഈ വെമ്പായ ഏരിയയിൽ വരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഇവിടെയാണ് ഗൈസ്. കാണിച്ച് കൊതിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, പക്ഷെ ഇവിടെ അമ്മാതിരി കിഡിലും ഫുഡാണ് ഗൈസ്. കൊഞ്ചൊക്കെ നല്ല ഫ്രഷ് കൊഞ്ച്, മീനൊക്കെ നിങ്ങൾ നോക്കണേ. പിന്നെ ചോറ്, പരിപ്പ്, കുറച്ച് കപ്പ, അവിയൽ, അച്ചാറ്, പപ്പടം. കുറച്ച് പപ്പടം എടുത്തിട്ട് പരിപ്പിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഇങ്ങനെ കുഴയ്ക്കണം. കുറച്ച് അവിയലും കൂടെ എടുക്കാം. ഈ മീൻ പൊരിച്ചുണ്ടല്ലോ, നല്ല ഫ്രഷ് മീനാണ്. ഞാൻ എടുത്തിട്ട് എന്നോട് ഇങ്ങനെ എങ്ങനെയുണ്ടോ മൂന്ന്? വെമ്പായത്തൊന്നും മാത്രമല്ല ഗൈസ്, തിരുവനന്തപുരത്ത് അത്യാവശ്യം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഫിഷ് കറി മീൽസ് അല്ലെ ഫിഷ് മീൽസ് വരുന്നത് ഇവിടെയാണ്. മീനാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി. നമ്മൾ വെങ്ങേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നെടുമങ്ങാട് ഭാഗത്ത് നമ്മുടെ ഷിഫിനുണ്ടായിരുന്നു. അവൻ്റെ അവിടെ പോയി വിളിച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ട് ട്രിവിയം ഫുഡി ഉണ്ടായിരുന്നു നമ്മുടെ, അവനും നെടുമങ്ങാട് ഭാഗത്താണ്, അവനെയും വിളിച്ച്. പിന്നെ മാഹി മച്ചാനൊന്നും അവൈലബിൾ അല്ല ഗൈസ്. മഞ്ജു ചേച്ചി, ലക്ഷ്മി ചേച്ചി, മാഹി മച്ചാൻ അവരൊക്കെ ഞാൻ ഫോണിൽ വിളിച്ചപ്പോൾ അവരൊന്നും ഇപ്പം റെഡി അവൈലബിൾ അല്ല. അപ്പോൾ അവരെയൊക്കെ ഇനി ഞാൻ എറണാകുളത്ത് പോയിട്ട് വന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും കഴിച്ചു തീർന്നിട്ട് നിങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്, എന്നിട്ട് വേണം നമുക്ക് കോട്ടയത്തോട്ട് പോകാൻ. ഓക്കെ, കഴിക്കട്ടെ. സൂപ്പർ ഫുഡ്. ഓ, നല്ലൊരു ഊണ് കഴിച്ചിറങ്ങിയപ്പോൾ എന്തൊരു സുഖം. എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ? രാജാ തട്ടുകട അവർ വല്ല പാരമ്പര്യമായിട്ട് നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനമാണ്. പിന്നെ 5 സ്റ്റാറിന്റെ സൗകര്യങ്ങളോ സംവിധാനങ്ങളോ ഒന്നുമില്ല, പക്ഷെ കിടിലം ഫുഡാണ് അവിടെ. ഇഷ്ടപ്പെട്ട പഴകിയ മീനല്ല, നല്ല കഴിക്കുമ്പോ അറിയാൻ പറ്റും. തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഞങ്ങള് വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഒന്ന് കഴിക്കുമായിരുന്നു. വല്യച്ചിയുടെ വീടിന്റെ പണി നടക്കുന്ന സമയത്ത് വല്യച്ഛൻ ഞാനും കൂടെ ഇവിടെ വരുമായിരുന്നു. അടിപൊളിയാണ്. പക്ഷെ ആ ഒരു നിലവാരം ഇപ്പോഴും അവർ കാത്തു സൂക്ഷിക്കുന്നുള്ളതാണ് അതിന്റെ പണ്ട് എങ്ങനെയാണോ അപ്പൊ തന്നെ അത് തന്നെയാണ് ഇപ്പോഴും. കുറച്ചുകൂടി സ്ഥലം
അല്ല കുറച്ചുകൂടി സ്ഥലമൊന്നുമില്ല. ഈ സ്ഥലത്ത് അവർ മാക്സിമം നന്നായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ വാഷ് ഏരിയയിലൊക്കെ കുറച്ച് പരിമിതികളുണ്ടെങ്കിൽ പോലും ഫുഡിന്റെ ടേസ്റ്റ് ആൾക്കാർ അതെല്ലാം അങ്ങ് മറന്നു പോകും. അതെ. അയ്യോ, ഓ പോയിട്ടൊന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ അമ്മ തൊഴുപ്പ് 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 തന്നെ. എടി മാക്രി മതിയടി. അയ്യോ 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 അയ്യോ. മതി 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 മതി. അമ്മ ഇനി നമുക്ക് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങും കേട്ടാ. അച്ഛാ എന്റെ റൂമിലോട്ടൊക്കെയുള്ള താക്കോല്. ആ സുഹൃത്തുക്കളെ, കുടുംബപരമായിട്ടുള്ള മറവിയാണിത്. ഞാൻ ഓരോന്നോരോന്നും മറന്നു വയ്ക്കുമ്പോൾ നിങ്ങൾ എന്നെ കുറ്റം പറയില്ല. ഇതെനിക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇത്ര പെട്ടെന്ന് ഓർത്തെടുത്താ. കുറച്ചുകൂടെ നേരം കഴിഞ്ഞിട്ട് ഓർത്താൽ മതിയായിരുന്നു. കിട്ടി കേസ്. ഇനി ഞങ്ങൾ പാക്കിംഗ് ഒക്കെ നടത്തട്ടെ. ഓക്കെ, വന്നു ഫ്രഷായി. അജിത്തിന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് അന്ന് ലക്ഷ്മി സിൽക്സ് നിന്ന് കിട്ടിയ ഉടുപ്പെടുത്തിട്ട് കേസ്. എങ്ങനെയുണ്ട് അച്ഛാ? നല്ല ചേർച്ചയില്ലേ? നല്ല കളറാ. ഇന്ന് ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 13 ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലെത്തുള്ളൂ കേസ്. വീട്ടിലെത്തുമ്പോൾ നമ്മുടെ അവിടെ പഠിപ്പുര, അതായത് ഞാൻ താമസിക്കുന്ന അവിടുത്തെ കംപ്ലീറ്റ് വർക്കും ഒന്നും ഇടപെടാതെ എല്ലാം തീർന്നിരിക്കും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ടൂർ ഞാൻ കാണിച്ചു തരാം കേസ്. അത് ഭയങ്കര കംഫർട്ടായിട്ടുള്ളൊരു സ്ഥലമായിട്ട് മാറി. അത് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടി ഞാനിങ്ങനെ വെമ്പിയിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ തിരിച്ചെത്തിയ ഉടൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ നേരെ കോട്ടയം പോകണം. അത് കഴിഞ്ഞ് അവിടെ പരിപാടി അറ്റൻഡ് ചെയ്തിട്ട് നേരെ സുൽത്താൻ്റെ അവിടെ പോകണം. നാളെ നുന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് വേണം നാളെ വൈകുന്നേരം എറണാകുളത്തോട്ട് പോകാൻ. അതിൻ്റെ അടുത്ത സമയം ഷൂട്ട് തുടങ്ങും. അപ്പോൾ ഏഞ്ചൽ എവിടെ റെഡിയായി കിടപ്പുണ്ട്. നമുക്കിനി കോട്ടയത്തോട്ട് പോവാം. പോകട്ടെ സഞ്ജീവേ. ഓക്കെ വിട്ടോടാ. ടാറ്റ ടാറ്റ. നേരെ ഓഫ് ടു എങ്ങോട്ടാടാ? കോട്ടയം ഗൈസ്. എന്റെ മോനെ ഗൈസ്, നമ്മൾ ഇറങ്ങിയത് മുതൽ ഭീകര മഴ കേട്ടാ. ഇനി നമുക്ക് 2.5 മണിക്കൂറിൽ എടുക്കും. അങ്ങനത്തെ 9:15 കാണിച്ചേക്കണം. സന്ദീപ് ഓട്ടത്തിൽ പിടിക്കുവോടാ? ഓട്ടത്തിൽ പിടിക്കാം, പക്ഷെ പെരും മഴയും കാറ്റും റോഡ് കാണാൻ പറ്റുമോടാ? നമ്മളൊരു 8:45 ആകുമ്പം അല്ലെങ്കിൽ ഒരു 8:50 ആകുമ്പോ എത്തിയാൽ മതി നമുക്ക്. മാക്സിമം പിടിക്കാൻ കഴിച്ചു. പക്ഷെ ഈ മഴ, അയ്യോ മഴ പിന്നെ ഒരു കാലം ഇല്ലാതെ ഭീകരം ട്രാഫിക്കും ഉണ്ട് കേട്ടാ. നമ്മള് പറ്റാവുന്നതിന്റെ സേഫായിട്ട് പോകാൻ പറഞ്ഞതിന്റെ മാക്സിമം നല്ല സ്പീഡിൽ പോകണുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം അവിടെ എത്ര മണിക്ക് എത്തുമെന്ന്. ഗൈസ്, കൃത്യം 9 മണിയായപ്പോൾ നമ്മളിങ്ങെത്തി. 9 മണി വരെയാണ് പരിപാടി പറഞ്ഞിരുന്നത്. മിക്കവാറും അങ്ങനെ പറയുന്ന ഫങ്ഷൻസ് ഒക്കെ 9 മണി കഴിഞ്ഞും കുറച്ച് നേരം കൂടെ പോവാറുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം ലേറ്റ് ആക്കാതെ ഇങ്ങെത്തി. ഓക്കെ, ഇറങ്ങി നോക്കട്ടെ. സന്ദീപേ, നീ വണ്ടി ഒതുക്കിയിട്ട് വേണം. എടുക്കാമല്ലോ മക്കളെ. കഴിഞ്ഞോടാ പരിപാടി? ഇല്ലല്ലോ. ഓ ഇപ്പം ഞാൻ എപ്പോഴുണ്ടല്ലോ ഗൈസ്. ഹലോ, നമസ്കാരം. നോക്ക് ഗൈസ്, റിസപ്ഷൻ അജിത്ത് ആൻഡ് ഗൗരി. പൊളിച്ച് നല്ല റൊമാൻറ്റിക് ഫോട്ടോ ഒക്കെയാണല്ലോ വെച്ചേക്കണത്. ഇപ്പം കല്യാണങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് പയ്യനെയും പെണ്ണിനെ അല്ല കാണാൻ പറ്റുന്നത്. എനിക്ക് ഇവൻ്റാണ് കാണാൻ പറ്റുന്നത്. എനിക്ക് കേറ്ററിംഗ് ആണ് കാണാൻ പറ്റുന്നത്. ഞാൻ പണ്ട് ശ്രദ്ധിക്കാതിരുന്ന പല കാര്യങ്ങളും ഇപ്പം ശ്രദ്ധിക്കാറുണ്ട്. കസേരയിൽ എന്താണ് ഇട്ടേക്കുന്നത്, ഏതൊക്കെ പൂവാണ് വെച്ചേക്കുന്നത്. ഓ ഇരിക്കുന്ന സുഹൃത്തുക്കളെ, ഹലോ നമസ്കാരം. സുഖമാണോ? അടിപൊളി, നൈസ് ടു മീറ്റ് യു. ഓ ഹലോ. എങ്ങനെ വരാൻ പറ്റിയത്? ഞാൻ അങ്ങനെ ഒരുപാട് പാളം വെക്കാറില്ല. പ്രായമൊക്കെ ആയില്ലേ? ഇവിടെ മക്കളെ സുഖമാണോ? അജിത്തിന്റെ അനിയനാണ്. അവ എവിടെ? നീ കൊള്ളാലടി കൊച്ചെ. അജിത്തിനെ കാണട്ടെ സുഹൃത്തുക്കളെ. അളിയാ അജിത്ത് ഉണ്ടടാ. എടാ പിള്ളേരെ സുഖമാണോ? പാട്ട് വിഷയമുണ്ടോ? പാട്ട് വിഷയമുണ്ട്, കുഴപ്പമില്ല. അടുപ്പിച്ച് പിടിച്ചാൽ മതി. എടാ സുഖമാണോടാ? സുഖം, പരമസുഖം. ഓ ഗൗരി സുഖമാണോടാ? അങ്ങനെ ഞങ്ങള് 10 കൊല്ലം കൂടി 10 കൊല്ലം അന്ന് പോഡ്കാസ്റ്റ് വന്നോ പറഞ്ഞ കഥകളൊന്നും ഞാൻ മറന്നിട്ടില്ല. എടാ നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത പിന്നെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ അറിയണത്. ഇപ്പൊ ഒരു തേങ്ങ ഇടൂല, ഇവിടെ കറക്റ്റായിട്ട് ഇടുവാടാ എല്ലാം. ഭയങ്കര ഉത്തരവാദിത്ത ബോധവും സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സ്വഭാവമുള്ള. അതെ, നിനക്കൊട്ടും മാച്ചല്ല. ഗൗരി എങ്ങനെയുണ്ടാ? കല്യാണമൊക്കെ ആയിട്ട് ഹാപ്പിയാണോ? എടാ നീ ഒരു കൊളാബ് പോലും ചെയ്ത് ഞാൻ കണ്ടില്ലല്ലോടാ. ഉണ്ടാ? മലയാളം ഗീക്ക് ബോയില്ല. എടാ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. നീ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. എടാ നീ
സന്ദീപ് കൂടെ ഉണ്ട്, അതിപ്പോ വരും. ഞാൻ ഫോട്ടോ എടുക്കട്ടെ കേസ്. എടാ നിങ്ങളുടെ പ്ലാൻ എന്താ ഇനി? ഏത് പ്ലാൻ? ഇത് കഴിഞ്ഞിട്ട് ഒരു വീട് പണിതിട്ടുണ്ട്. നീ സമയം കിട്ടുന്ന പോലെ കല്യാണം കഴിഞ്ഞിട്ടാണേലും വീടെന്ന് പറഞ്ഞാൽ ചെറിയൊരു ലിവിംഗ് സ്പേസ് പോലെ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോയുടെ അവിടെ തന്നെ. ഓ അതാണല്ലോ നമ്മുടെ സ്വർഗം. എടാ നിന്റെ ലെൻസ് നല്ല ഭംഗിയുണ്ട് കേട്ടാ, കണ്ണു നല്ലതായിട്ട് ചേർന്ന്. നിങ്ങളുടെ ഔട്ട്ഫിറ്റും കൊള്ളാം, നിങ്ങൾ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് കാണാം. വീണ്ടും പാട്ട് തുടങ്ങി. ഇനി ഞാൻ എല്ലാം കഴിക്കട്ടെ. സന്ദീപ് വാടാ, കഴിക്കാൻ പോയാലാ? എടാ വല്ലതും തിന്നണ്ടേ? പിന്നെ ഫുഡ് കഴിക്കണം, വിശക്കണ്. ആ എടാ ചെവി നല്ല കേൾക്കാൻ വേണം പാട്ട്. ഭയങ്കര പാട്ട്. അതെ, ആരാ പാടുന്നത്? അവിടെ ഗാനമേളക്കാരുണ്ട്. അതെ, വാ കഴിക്കാൻ എന്തെങ്കിലും. എന്താ ആറാ നീ? ഹലോ ഗൈസ്. ഹലോ ഗൈസ്, അയത്തേണ്ട കല്യാണം. ഫുഡ് കഴിക്കാം. ഗാനമേള അറേഞ്ച് ചെയ്തത്? അതെ. അല്ല ചെവിയൊക്കെയുള്ള അതെ, ഒരു ചിരി ഇരുചിരി ബമ്പർത്തിരി. കാർത്തിക് സൂര്യ എന്നാണ്. കാർത്തിക് സൂര്യ ആണോ? സന്തോഷം കണ്ടേ? സന്തോഷം കണ്ടു. ശരി. ഹലോ. ഓ എന്തൊരു ഹായ്. നിങ്ങളൊക്കെ ഇവിടെ ഉള്ളതാണ്? അജിത്തിന്റെ ആരാ? ആ ഓ ഗൗരി ചേച്ചിയുടെ കസിൻസ് ആണോ? ഗൗരി ചേച്ചിയും അജിത്തേണ്ണും സെറ്റല്ലേ? അടിപൊളി. നിങ്ങൾക്ക് കല്യാണം കഴിക്കാറായ? നാണോ ഒക്കെ പറയും. പോടാ പോയി പള്ളിയടാ. ആർക്ക്? നിനക്കാ? അടിപൊളി ആണാ? അത്രേ ഉള്ളൂ. അതെ, ഓക്കെ. ഓ ഈ ഗാനമേളക്കാരുണ്ടല്ലോ. ഞാൻ കഴിക്കട്ടെ കൈ, സ്പെഷൊക്കെയാണ്. വേണ്ട, ഡയറ്റായിട്ട് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തതാണ്. അതിൽ ബീഫുണ്ട്, പിന്നെ ചിക്കൻ, പിന്നെ വല്ലോ കേൾക്കാൻ പറ്റുന്നുണ്ടാ പറയണത്? ഇല്ലല്ലേ? കഴിക്കാം. ഇപ്പൊ തിന്നിട്ട് കൈ, സ്പെഷൊക്കെയാണ്. കഴിച്ചിട്ട് വരാം. എടാ നല്ല ഗാനമേള, താങ്ക് യു. വാരിക്കൊട്, ചെവി പോയടാ. ആ വാരിക്കൊടുക്ക്. ആഹാ സന്തോഷം. ഒതുങ്ങോ നോക്കട്ടെ കൈസ്. അജിത്തേ എന്തെങ്കിലും പറഞ്ഞു. സമയം കിട്ടും. അതെ, ഇനി 2 to 3 ബിസിനസ് ഡേയ്സിൽ ഒന്നും കേൾക്കാൻ പറ്റൂല. എടാ നീ അത് കാണിച്ചേടാ. ഓക്കെ ഇവൻ പണ്ട് എന്റെ സ്റ്റൈലാണ് പിടിച്ചോണ്ടിരുന്നത് അല്ലേടാ? പൊളിച്ചേട്ടാടാ തൊപ്പിയൊക്കെ വെച്ചിട്ട്. എടാ ഇത് നീയല്ലേ ഇവന്റെ കൂടെ? ഇവനെങ്ങനെ കിട്ടിയടാ നിനക്ക്? ഇവൻ എനിക്ക് മെസ്സേജ് അയച്ചു. എന്തോ കമന്റില് അങ്ങനെയല്ലടാ, എങ്ങനെയോ കോണ്ടാക്ട് സബ്സ്ക്രൈബർ ആയിരുന്നു. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ കുമരകത്ത് പോയപ്പോ ഇവൻ എന്നെ അന്വേഷിച്ച് അവിടെ വന്നടാ. നമ്മള് പോയ സ്ഥലം അവിടെ വെച്ച് ഇവൻ അവിടെ വന്നു. അവൻ ഇത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് ഇത്ര ചെറിയൊരു പയ്യൻ എന്നെ തപ്പി ഇത്ര ദൂരം സഞ്ചരിച്ചു. ഞാൻ അവിടെ കുമരകത്തുണ്ടായി. ആണല്ലേ? അപ്പം സെറ്റ്. അന്നേരം കിട്ടിയ കമ്പനിയാണ്. ഇപ്പൊ കല്യാണത്തിന് കണ്ടിട്ട് മനസ്സിലായില്ല ഇവനെ. ഇവൻ വന്നു ഞാൻ അവിടെ വെളിയിൽ നിന്നപ്പോഴത്തേക്ക് ഇവൻ വന്നിങ്ങനെ നിൽക്കുവോ. ഞാൻ ചേടാ എനിക്ക് മനസ്സിലായില്ല, നല്ല പരിചയമുണ്ട്. ഫോട്ടോ അടിച്ചോ? അല്ലല്ല, അപ്പൊ ഇവൻ എന്നെ മനസ്സിലായില്ലേ? ആണാ? അങ്ങനെ ചോദിച്ചപ്പോ ഞാൻ ചോദിച്ചു. ഇനി അടുത്ത പാട്ട് കഴിയുമ്പോ വരാൻ. വീണ്ടും പാട്ട് തീർന്നു. ഓ എടാ അജിത്തേ, എടാ ചെവി കേൾക്കാൻ സമ്മതിക്കണടാ ഇവര്. താങ്ക് യു പറയുന്നുണ്ട്. അടുത്തതായി. അയ്യോ ഇത് നീ വിളിച്ചിട്ട് വന്നതല്ലേ? എന്റെ അമ്മമ്മയുടെ അനിയത്തി ഒപ്പിച്ച. എന്താ ഏത് ചെയ്യാൻ പാടില്ലെന്ന്? എടാ ഇവള് നമ്മുടെ കട്ട സബ്സ്ക്രൈബർ ആണല്ലോടാ. ഇവള് വന്നത് പോലെ ഞാൻ വന്ന പോലെ ഇവള് താഴെ വന്നിട്ടില്ല. നിങ്ങൾക്ക് എന്താടാ വന്ന് പറയാത്തത്? എടാ കല്യാണം നടത്തുമ്പോ ടെൻഷൻ ആവുമല്ലേടാ? അയ്യോ വീട് പണിയുടെ ടെൻഷൻ ഒരു സൈഡ്. ആടാ എനിക്കും അതുണ്ടാ. ഞാൻ വീഡിയോ കാണാറുണ്ട്. അതെ നീ അതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്ത്? ഭയങ്കര വള്ളിയായിരുന്നു. ഞങ്ങള് പിന്നെ തീരുമാനിച്ചു വീട് ഞാനും കല്യാണം ഇവളും ഡീൽ ചെയ്യാം. ഓ അങ്ങനെ സെറ്റ് ചെയ്തു. ആണല്ലേ? അതുകൊണ്ട് കല്യാണത്തിന്റെ തലേന്ന് വരെ അവിടെ പണിയായിരുന്നു. ആണോ?
എന്നിട്ട് ഇപ്പോഴും പഠിക്കുന്നുണ്ടല്ലോ, ഇനി ചെന്നിട്ട് വേണം ഫാൻ പിടിപ്പിക്കാൻ. ചുമ്മാ ഇരി. അപ്പൊ ഇന്ന് നിങ്ങൾ ആ റൂമിലോട്ടല്ലേ പോകണം? അത് ഒരുങ്ങി വെച്ച് കയറും. പാട്ട് വന്നു തീർന്നു. അടുത്ത ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വരുന്നതായിരിക്കും ഞങ്ങളുടെ vlog. കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്റെ സൈഡിൽ ഇരിക്കുന്ന ഈ പെണ്ണ് പ്രാന്താണ്. എന്തോ അടി കുരിപ്പേ അല്ലേ? ഗൗരി എടി ഇവൻ പറഞ്ഞ് അവനാണ് വീട് പണി നോക്കണം, നീയാണ് കല്യാണം നടത്തിയത്. കല്യാണവും വീട് പണിയും കൂടെ ഒരുമിച്ച് വന്നിട്ട് എന്റെ പൊന്നോ, വീട് പണിയുടെ ഒരു കാര്യം എനിക്കറിയത്തില്ല, കല്യാണത്തിന്റെ ഒരു കാര്യം അവനും അറിയത്തില്ല. ആ ബെസ്റ്റ്. എന്നിട്ട് ഇപ്പം കല്യാണം നടത്തിയിട്ട് കല്യാണം എങ്ങനെയുണ്ട്? കഴിഞ്ഞു വീട് പണിയും കഴിഞ്ഞു. കല്യാണത്തിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നടത്തിയത് ഞാൻ ഒരെണ്ണം നടത്താൻ പോവേണേ. ടെൻഷൻ ഒരു പരം എല്ലാവരും നമ്മളെല്ലാം ഇന്റിമേറ്റ് ആയിരുന്നു. ഈ ഫംഗ്ഷൻ മാത്രമേ ഫുൾ ആളും വന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാം ഡിലേ ആയി, എല്ലാം 2-3 മണിക്കൂർ ഡിലേ ആയി. പിന്നെ കുറച്ച് പേരെ ഉള്ളതുകൊണ്ട് സഹിച്ചൊക്കെ പോയി, അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ. 10,500 പേരുടെ തന്നെ തെറിയായത്. എടാ എന്റെ കല്യാണം ജൂലൈയിലാണ്. കാർഡ് നീ കഴിച്ചു കയറുക, എന്നിട്ട് വേണം കാർഡ് തരാൻ. നമസ്കാരം മാമ. അതെ ആങ്കർ അതേ നമസ്കാരം. അല്ല ഒന്നുമില്ല. മാമൻ നോക്കിട്ട് ഏതാ ഇവനെ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങളുടെയൊക്കെ അവസാനത്തെ അഭ്യർത്ഥന മാനിച്ച ഒരു പാട്ടും കൂടെ. ഇല്ല ഗൈസ്, അവര് നിർത്തൂല. ഇതൊരു ഗാഥയാണ്, ഇതൊരു ജൈത്രയാത്രയായി തുടർന്നുകൊണ്ടേയിരിക്കും. അവര് പാട്ട് നിർത്തില്ല എന്ന് ഉറപ്പായതുകൊണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി സുഹൃത്തുക്കളെ. ഇനി ഇതേ ഉള്ളിയാ ഒരു വഴി. നീ ഐസ്ക്രീം കഴിച്ചോ? ഇല്ല, എനിക്ക് കഴിച്ചോടാ. ഡയറ്റാടാ. ആണോ? നിനക്ക് ഡയറ്റ് ഒന്നും ഇല്ലല്ലേടാ? മെലിഞ്ഞിരിക്കുന്ന വീട് പണിതപ്പോഴേ എനിക്ക് ഡയറ്റ് കിട്ടിയ പോലെ ആയി. ഓടി ഞാനൊരു വഴി. വീട് പണി ഒരു മെനക്കെട്ട പരിപാടിയാണ്, എനിക്കറിയാം. നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ? സമാനം ഉണ്ടാടാ. ഇച്ചിരി ഉള്ളൂ, എന്നിട്ടും അയ്യോ എന്നാ പാടായിരുന്നു അറിയോ? ആണോ? ഇപ്പൊ നിന്റെ ആകുമ്പോഴത്തേക്കും ടെക്നോളജി പരമായി അഡ്വാൻസ്ഡ് ആയിരിക്കുമല്ലോ. ഞങ്ങള് കോസ്റ്റ് മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാം നമ്മൾ തന്നെ ഓടിയുള്ള പരിപാടിയാണ്. ആണാടാ. കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടാ ഒരു സമാനം? ഇന്നിനി അയ്യോ എന്റെ ദൈവം, എനിക്ക് പറയാം ഇവിടെ അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കുവായിരുന്നു. അവിടെ മറ്റേ ഇന്റിമേറ്റ് ഫംഗ്ഷനിൽ തന്നെ പരിപാടി പകുതി ആയതൊക്കെ മടുത്ത്. ഞാനിപ്പോ ആലോചിച്ച് ഇന്നിവിടെ 1500 വരുമ്പോ ഈശ്വര എന്നായിരിക്കും അവസ്ഥ. 1500 വന്നപ്പോ നിന്റെ അവസ്ഥ. അപ്പം എന്റെ അവിടെ 2000-3000 വരുമ്പോ ഞാൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. ഒരു നല്ല ഐഡിയ ഉണ്ട്. ഈ വരുന്ന മറ്റേ റിസപ്ഷൻ വരുമ്പോഴേ ഫോട്ടോ എടുക്കാതെ വീഡിയോ ആക്കി വെച്ചാൽ മതി, ഇന്ററാക്ഷൻ പോലെ. അതാകുമ്പോ മറ്റേ പോസ്റ്റ് ചെയ്യുന്ന പരിപാടി ഇല്ലാതെ. ആൾക്കാർ സമ്മതിക്കത്തില്ല. അത് ഫോട്ടോ വേണോ അല്ലേ? മീൻസ് ആൾക്കാർക്ക് അറിയത്തില്ല ഇത് ഫോട്ടോ ആണ് വീഡിയോ. നമ്മുടെ വീട്ടുകാർ പ്രശ്നം ഉണ്ടാക്കും. ഓ, അവർ ആ അമ്മാന്റെ കൂടെയുള്ള ഫോട്ടോ എടാ നീ ഒരു ഭർത്താവൊക്കെ ആയടാ. ഞാൻ ഇന്നത് ആലോചിച്ച അനിയൻ പറയുക മറ്റേ ബനിയനും കയ്യിലും കൊണ്ട് കൊടുത്ത് ഗ്രോസറി മേടിക്കാൻ രാവിലെ ഇറങ്ങിക്കോണം. എന്തിന്? അല്ല മറ്റേ കല്യാണം കഴിഞ്ഞ ഫാമിലി ഒക്കെ ആയി കഴിയുമ്പോ പിന്നെ അങ്ങനെയൊക്കെ സെറ്റപ്പുകളാണ്. കുടുംബനാഥനായില്ലേ. ജൂലൈയില് കല്യാണം, ജൂലൈയിൽ തന്നെ റിസപ്ഷനും. 2 പേരും വരണം, ഫാമിലി സഹിതം എല്ലാവരെയും കൊണ്ട് ട്രിപ്പ് അടിക്കുക. എന്നിട്ട് എല്ലാം മംഗളമായിട്ട് നടത്തി തരിക. എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കണം. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പുതുമണവാള പുതുമണവാട്ടി ഓൾ ദി അടുത്ത് അതെ നിങ്ങൾ വരണം. ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ അനുഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ പോയിട്ട് വരാടാ. ടാറ്റ ഗൈസ്, ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഞങ്ങളല്ല, ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. ബൈ ബൈ. അപ്പോൾ ഹാപ്പി ഫസ്റ്റ് നൈറ്റ്. ഇറങ്ങട്ടാ. ടാറ്റ. ബൈ ബൈ. പോയിട്ടാ. സെറ്റ്. ഊഹ് ഇടാ എന്തൊരു മഴയടാ. ഭീകരം മഴ കേട്ടാ. ഭീകരം മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുണ്ടൂരി കളഞ്ഞല്ല, മുണ്ട് മടക്കി കുത്ത് താത്തിയിട്ടതാണ്. അപ്പോൾ എനിക്കുണ്ടല്ലോടാ അജിത്തിനെയും ഗൗരിയും ഭയങ്കര കാര്യമാണ്. ഭയങ്കര ലവ്ലി ആയിട്ടുള്ളൊരു കപ്പിളാണ് ഗൈസ്. 2 പേരും 10 വർഷത്തെ പ്രണയമാണ് ഇപ്പം നിങ്ങൾ പൂവണിഞ്ഞത് കണ്ടത്. അവരുടെ മാരേജ് കഴിഞ്ഞ് അവരുടെ ഒന്നിച്ച് ഇന്ന് പോലെ താമസിച്ചു തുടങ്ങും. എന്ത് രസമല്ലേ. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. 2 പേരും അവർ എന്താ പറയുക ഗൈസ്, ഭയങ്കര വൈബ്. പിന്നെ നമ്മൾ ഈ ഗാനമേളയുടെ ഇങ്ങനെ താറ്റി കാര്യം പറഞ്ഞത് ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ നമ്മുടെ അവിടെ മ്യൂസിക് സെറ്റ് ചെയ്യുന്ന ആൾക്കാരെ സെറ്റാക്കാനായിട്ട് പറഞ്ഞപ്പോൾ ആദ്യം നന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവിടെ വന്നിരിക്കുന്ന അതിഥികളുടെ കോൺവെർസേഷൻ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്ന രീതിക്കുള്ള വോളിയം വെക്കരുത്. പാട്ട് ഇറ്റ്സ് ഗ്രേറ്റ്, സറ്റിലായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കണം. കോൺവെർസേഷൻ മുടങ്ങാൻ പാടില്ല.
പിന്നെ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഗസ്റ്റ് നമുക്കാണെങ്കിൽ നമ്മുടെ കല്യാണത്തിന് വ്ളോഗേഴ്സും അല്ലാതെ വീഡിയോ എടുക്കുന്നവരൊക്കെ ഒരുപാട് വരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ അതിനും ഒരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ ഇപ്പോൾ ആരെങ്കിലും ഒന്ന് താത്തി കൊടുക്കാൻ പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് താത്തി കൊടുക്കുക. അങ്ങനത്തെ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്യണം അല്ലേടാ സന്ദീപ്? അതെ, കേൾക്കാൻ ഒരു ആ ഒരു ഇമ്പമുള്ള ഒരു 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 വോളിയത്തിൽ പൊയ്ക്കൊണ്ടിരിക്കണം. എന്നാലേ അവിടെ വരുന്നവർക്കെല്ലാം അത് ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. എനിക്കൊന്ന് ഇവരുടെ എന്തോ ആദ്യത്തെ പ്രോഗ്രാം എന്തോ ആണെന്ന് തോന്നുന്നു. നല്ലതായിട്ട് പാടി, പക്ഷേ ആ വോളിയം അത് അവരുടെ പാടിയല്ല, ആ വോളിയം മിക്സർ ഒരു 2 ലെവൽ താഴോട്ട് താത്തിയിരുന്നെങ്കിൽ ആൾക്കാർക്ക് സംസാരിക്കുന്ന കേൾക്കായിരുന്നു. അയ്യോ, ഞാൻ ഭയങ്കര ഹാപ്പി. ഇനിയിപ്പോൾ ഇവർ നമ്മളെ പരിപാടിക്ക് അങ്ങ് എത്തുന്നതായിരിക്കും ഗൈസ്. ഇനി നേരെ മാവേലിക്ക്. ഇവിടെ എത്ര മണിക്കൂർ എടുക്കൂടാ? 1.5 മണിക്കൂർ. സുജിത്തണ്ണന്റെ വീട്ടിലേക്ക് സുഹൃത്തുക്കളെ. ഗൈസ്, ഞാൻ കാറിൽ കിടന്നിട്ട് പൂരം ഉറങ്ങിപ്പോയി. അമ്മ, ഓ ഇതാരാ ഒരു വയറ് മാത്രം കാണുന്നു. എത്രാമത്തെ പ്രാവശ്യം നീ ഇവിടെ വരുന്നത്? അവന് വഴി തെറ്റിയണ്ണ. എവിടെ തെറ്റി പോയി? നീ തിരുവല്ലയിൽ ഏത് വഴിക്ക് പോയത്? അളിയാ വിഷ്ണു ഡാൻസിന് ശേഷം അവന് വഴി തെറ്റാറുണ്ട്. ചേച്ചി സന്ദീപ് എന്നെ വഴി തെറ്റി ചേച്ചി. കൊച്ചച്ഛനെ വഴി തെറ്റിച്ച് സന്ദീപ് മാമ. ഇവിടെ പാടാ അണ്ണ. അണ്ണ എന്തിനും എനിക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചതൊക്കെ തീർന്ന. അണ്ണാ ഗിരീഷണ്ണ ഒന്നും പറയണ്ട. ഞാൻ ഒന്ന് എന്നെ കാണാ. എനിക്ക് സർപ്രൈസാ. ഹലോ ഹലോ, സുഖാണോ? ഞാൻ ഞെട്ടു. കക്കൂസിലൊക്കെ വിളിച്ചോണ്ട് പോണ നിങ്ങളെ. നീ എപ്പോഴാ എവനേക്കാരനാ? എടാ ധനുഷ്, ധനുഷ് അതെനിക്കറിയാം. എടാ ഇവനെ എപ്പോ കൊണ്ടുവന്ന? കാറിലെപ്പോഴും എവിടെയായിരുന്നു? ഇവിടെ നീ ഡിക്കി ഇരുന്നാടാ? എടാ അണ്ണ ഞാൻ കണ്ടില്ല കേട്ടോ. അണ്ണാ നീ എന്റെ സ്റ്റോറി കണ്ടില്ലേ? ഇല്ല. സന്ദീപ് പന്തളോ പാതാളം വരെ കറക്കിയ മതി. ഞാൻ ഉറങ്ങിയണ്ണ. ഞാൻ ഉറങ്ങി എഴുന്നേറ്റപ്പോ ഇവ എവിടെയോ എത്തി. അപ്പൊ ഞാൻ എഴുന്നേറ്റ് ഗൈസ്. എന്നിട്ട് കടത്തി വഴി സൂത്തണ്ണം പറഞ്ഞെന്ന് പറഞ്ഞ് വേറെ എവിടെ കൊണ്ടാക്കി. എന്നിട്ട് ഞാൻ എഴുന്നേറ്റ് പിന്നെ മാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങ് എത്തിയത്. എന്നാലും ഇവിടെ ധനുഷ് നീ താലപ്പൊലി അണ്ണാ ഇവൻ വരെ ഒരേ ഒരു കാരണേ കാണുള്ളൂ. ഇവിടെ താലപ്പൊലി ഉണ്ടെന്ന് പറഞ്ഞാണ്. നാളെ രാവിലെ നമുക്ക് അമ്പലത്തിൽ പോണോ? അണ്ണാ ഇവിടെ കലാപരിപാടികളൊന്നും ഇല്ല. ചുമ്മാരി മെനു ഇതെന്തരുത്? കണ്ണ 7 7 വെക്ക്. നിന്റെ പേരിനോട് ഉണ്ടായിരുന്ന ടുഡേ സ്പെഷ്യൽ ഡ്രൈ മാംഗോ ചിക്കൻ കബാബ്. 11 മണിക്ക് തീർന്ന. അയ്യോ ഗിരീഷണ് എത്രയായി? 5 പേർക്ക് 2 ബിയർ. ഓ 6 ഹോട്ട് വാട്ടർ ഒള്ളി അമല്. അതെന്താ? ഓ അതുകൊണ്ട് ഞാൻ ഒന്നുമില്ല, ഞാൻ ഒന്നും കാണൂല. ഞാൻ കല്യാണം വരെ ഒരു പരിപാടി ഇല്ല. ഡയറ്റിലും ഇതിലും ഞാൻ പക്കായിട്ട് സെറ്റായി. പിന്നെ കണ്ണ 7 ധനീഷ് 2 ബിയറും പിന്നെ വീണ്ടും 1 ബിയറും കൂടെ അടിച്ചു. 3 അടിച്ചു. എവിടെ? എടാ ഇൻഫിനിറ്റിയാ. അല്ല മാഞ്ഞു ഇപ്പൊ 2 ഉണ്ടേ. ഇന്ത്യക്ക് കൗണ്ട് ഇല്ല, അൺകൗണ്ടിങ് ആണ്. സന്ദീപ് എവിടെ? അണ്ണാ സന്ദീപ് എവിടെ പോയി? ചേച്ചി അവനെ കാണാനില്ല. എന്തരടാ കൊച്ചുകുട്ടിയില്ലേ സ്നേഹിക്കുന്ന കുട്ടി, അവള് കണ്ടു കഴിഞ്ഞാൽ മോശം, അതുകൊണ്ടാണ് മാച്ചുകൾ അപ്ഡേറ്റ് ആയി. കൊറോണ ഉള്ള അവനാണ്. അവനല്ലേ?
എടാ നിനക്ക് കൊറോണേ കേരളത്തിൽ വീണ്ടും കൊറോണ ഉണ്ടോന്ന് അവനല്ലേ? അണ്ണാ എന്റെ ഷൂട്ടുള്ളേണ്ണാ. അയ്യോ ഒന്നും പിടിപ്പിച്ചല്ലടാ സാമദ്രോഹി. കഴിച്ച ഫുഡാ ഇവിടെ കഴിക്കണ കഴിച്ചില്ല. ഇപ്പോഴാണ് ബാഗ് എടുത്ത് അകത്തോട്ട് വെച്ചത്. ആണ് പിന്നെ അപ്പൊ അവൻ കഴിക്കാടാ. എന്നാ സന്ദീപ് അവിടെ ആണോ? ഓക്കെ എന്തെല്ലാം തിന്നിട്ട് എന്തിനാ എന്ത് മെലിഞ്ഞാ? അല്ലല്ല ഇത്ര അണ്ണ ഇനി അല്ല 4 കിലോ കൂടെ കുറയൂലേ? ഡ്രസ് ഇടുമ്പോഴേ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് കുറച്ച് ശരീരത്തിന് ഫിറ്റ് ആയിട്ട് കിടക്കണം. പക്ഷെ ഒരുപാട് അല്ല അതൊക്കെ കയറിക്കൊള്ളുണ്ടായി. ഞാൻ വർക്കൗട്ട് ചെയ്യാനുണ്ടല്ലോ. ഇല്ല ഇനി ഇത് മതി. ഇത് കുഴപ്പമില്ല, ഇട കുഴപ്പമില്ല. പക്ഷെ ഇതുണ്ട് ചെസ്റ്റ് ഭയങ്കരമായിട്ട്. അത് അണ്ണ അതിന് മറ്റേ വർക്കൗട്ട് ഒക്കെ ചെയ്തൊരു വീർക്കും അതൊക്കെ. ഇല്ല ഇനി മതി. ഇനി ഫുഡ് കഴിച്ചിട്ട് ശകല സൈസാണ് എന്നാലേ കൊള്ളാം. ഷോൾഡർ പോയോ? ഷോൾഡർ ഇല്ല അണ്ണാ അത് ഉടുപ്പിന്റെ ആണണ്ണാ. ഉടുപ്പിന്റെയാണ് സുഹൃത്തുക്കളെ. ഇൻഫിനിറ്റി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവസാനം ഞാൻ ഉടുപ്പൂരി കാണിച്ചു കൊടുക്കേണ്ടി വന്ന കേസ്. ഞാൻ തീരെ മെലിഞ്ഞു പോയിട്ടില്ല എന്ന് കാണിക്കാൻ. ഇനി 4.5 കിലോ കൂടെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കുറയ്ക്കും. എന്നിട്ട് ആ 70 കിലോയിൽ പിന്നെ മസിലായിരിക്കും എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. നോക്കാം. അണ്ണ എന്തായാലും നമുക്ക് വേണ്ടി സാധനം റെഡിയാക്കിയിട്ടുണ്ട്. അണ്ണ എന്തു അണ്ണ ഇത്? ഇതാണ് ഡ്രൈഡ് മാംഗോ കബാബ്. ഡ്രൈഡ് മാംഗോ കബാബോ? എന്തുകൊണ്ടാ ഇത് ഉണ്ടാക്കിയേക്കുന്നത്? അപ്പൊ പിന്നെ ഡ്രൈഡ് ചിക്കൻ കബാബ് എന്നല്ലേ ഇടേണ്ടോ? ഇൻഗ്രീഡിയന്റ് പറയുന്നത് ഡ്രൈഡ് മാംഗോ ആണ്. അതായത് മാങ്ങ ഉണക്കിയത് പൊടിച്ച് അത് വെച്ചിട്ടാണ് മാരിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഓഹോ, ഇത് ഇത്ര നിനക്ക് വേണ്ടിട്ട് വെച്ചാ ഒരു ലോഡ് സാധനം ഉണ്ടായിരുന്നു അവിടെ. എല്ലാം തീർത്ത് കാണുമല്ലോ എല്ലാം കൂടെ. പിന്നല്ലാതെ ഒരു ആന്തലായിരുന്നു. ഇത്രയെങ്കിലും കിട്ടിയല്ലോ, അത് ഭാഗ്യം. നിനക്ക് വേണ്ടി മാറ്റി വെച്ചാ. താങ്ക് യു അണ്ണാ. വീഡിയോ കാണാൻ നല്ല ഭംഗി കേട്ടോ. കഴിച്ചോ കേട്ടോ അണ്ണാ. ചൂടാണ് എടുത്ത് അണ്ണായിക്കത്തല്ലേ? ഇല്ല തീയെക്കുറിച്ച് എനിക്ക് ഇതൊക്കെ പൊള്ളി കഴിഞ്ഞ നാക്ക് സ്വയംഭ സാധനമാണ്. സോഫ്റ്റ് ടെൻഡർ. ഇപ്പോഴും ചിക്കൻ ടെൻഡർ അല്ലേ? സൂപ്പർ സാധനമാണ്. ഇന്ന സാധനം ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങാൻ പോവാണ്. നാളെ വീഡിയോ ന്യൂസിന്റെ ബർത്ത്ഡേക്ക് കാണാം. അതെ നാളെ രാവിലെ പറയാം. നാളെ രാവിലെ കാണാം. നാളെ രാവിലെ കാണാം. സ്റ്റാർട്ട് ഓടി വെച്ച് ബൈ ബൈ. നാളെ കാണാം ഗൈസ്.